തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ആലുവ പുഴ വരെയുള്ള പ്രദേശത്തെ ഉൾക്കൊണ്ടിരുന്ന കേരളത്തിലെ നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 1931 മുതൽ 1947 വരെ രാജ്യം ഭരിച്ച ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരി. 1924 തിരുവിതാംകൂർ രാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ മരണപ്പെടുമ്പോൾ അനന്തരാവകാശിയായിരുന്ന ചിത്തിര തിരുനാളിന് പ്രായപൂർത്തിയാകാഞ്ഞതിനാൽ സേതുലക്ഷ്മിബായി റീജന്റ് ഭരണാധികാരിയായി നിയോഗിക്കപ്പെട്ടു. സേതുലക്ഷ്മിബായിയുടെ റീജന്റ് ഭരണം 1931 വരെ നിലനിന്നു. 1931 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന സർ CP രാമസ്വാമി അയ്യരെ രാജാവിൻ്റെ ഉപദേശകനായി നിയമിക്കണം എന്ന വ്യവസ്ഥയിന്മേൽ ആണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്ഥാനാരോഹണം അംഗീകരിച്ചത്. തുടർന്ന് 1936 ചിത്തിര തിരുനാൾ മഹാരാജാവ് CP രാമസ്വാമി അയ്യരെ തിരുവിതാംകൂർ ദിവാനായി നിയമിച്ചു. പണ്ഡിതനും ക്രാന്തദർശിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു CP രാമസ്വാമി അയ്യർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത നിലവാരവുമുള്ള നാട്ടുരാജ്യമായിരുന്നു അക്കാലത്ത് തിരുവിതാംകൂർ. എങ്കിലും CP രാമസ്വാമി അയ്യരുടെ കർക്കശമായ സ്വേച്ഛാധിപത്യ രീതികളും ജനാധിപത്യ ആശയങ്ങളോടുള്ള വിപ്രതിപത്തിയും രാജ്യമൊട്ടുക്കും നിരവധി പ്രതിഷേധ സമരങ്ങൾക്ക് കാരണമായി. ഉത്തരവാദ ഭരണത്തിനായുള്ള സമരങ്ങൾ ശക്തി പ്രാപിച്ചതും ഇക്കാലത്താണ്. സമരങ്ങളെയെല്ലാം പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചാണ് CP നേരിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് അടുക്കുന്ന സമയം അമേരിക്കൻ മോഡൽ എന്ന പുതിയ ഭരണ പരിഷ്കാര ആശയവുമായി CP രാമസ്വാമി അയ്യർ രംഗത്തെത്തി. 1947 ജനുവരി 27 അമേരിക്കൻ മോഡലിൻ്റെ പൂർണ്ണരൂപം ദിവാൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രാതിനിധ്യ സഭകളോട് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും നിറവേറ്റേണ്ട ബാധ്യത ഈ ഭരണഘടനാ പ്രകാരം ദിവാനുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാതെ സ്വതന്ത്ര രാഷ്ട്രമായി മാറുവാനാണ് തിരുവിതാംകൂർ ആഗ്രഹിക്കുന്നതെന്നും CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു. അധികാര കൈമാറ്റത്തിനുള്ള മൗണ്ട് ബാറ്റൺ പ്ലാനിൻ്റെ പ്രഖ്യാപനത്തിനു ശേഷം 1947 ജൂൺ 18 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും പുറത്തുവന്നു. മഹാരാജാവിൻ്റെയും ദിവാന്റെയും ഈ തീരുമാനത്തിനെതിരെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മറ്റു ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഒട്ടുക്കും സമര പരമ്പരകൾ അരങ്ങേറി. ഇതിനിടയിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ ചർച്ചകളിൽ കൂടുതൽ സ്വയംഭരണാവകാശങ്ങളോടെ ഇന്ത്യൻ യൂണിയനിൽ ചേരുവാനുള്ള കരാറിൽ CP ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമായി 1947 ജൂലൈ 23 എത്തിച്ചേർന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ 1947 ജൂലൈ 25 തിരുവനന്തപുരം സ്വാതി തിരുനാൾ ചരമശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് മടങ്ങാൻ തുടങ്ങുകയായിരുന്ന CP രാമസ്വാമി അയ്യരെ RSP പ്രവർത്തകനായിരുന്ന KCS മണി വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉപേക്ഷിക്കുകയും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 19 CP രാമസ്വാമി അയ്യർ തൻ്റെ ദിവാൻ പദവി രാജിവെച്ചു. PGN ഉണ്ണിത്താൻ ദിവാൻ പദവി ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സ്വപ്നം ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലായി.